2022 നവംബർ 30 അന്ന് ലോകത്തെ എല്ലാ ജനങ്ങളെയും അതിശയിപ്പിച്ച ഒരു കാര്യം നടന്നു. എന്താണത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സാൻ ഫ്രാൻസിസ്കോ സ്റ്റേറ്റ് ബേസ്ഡ് ആയ OpenAI എന്ന കമ്പനി ChatGPT എന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ലോകത്ത് എവിടെയുള്ള ഒരു കമ്പനി ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തതിന് എല്ലാവരും ഇത്ര കൺസേൺഡ് ആവേണ്ടത്, എല്ലാവരും ഇത്ര അതിശയിക്കേണ്ട എന്ത് കാര്യമാണ് അതിലുള്ളത്? അപ്പോൾ ഈ ടൂളിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ, കൂടുതൽ അറിയുമ്പോഴാണ് ഇതിൻ്റെ അതിശയിപ്പിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാകാൻ പോകുന്നത്. അപ്പോൾ ChatGPT പറഞ്ഞ ടൂൾ എന്താണ്, അത് എങ്ങനെയാണ് നമ്മളെ ലൈഫിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം. ആദ്യം തന്നെ ChatGPT എന്താണ്? ChatGPT എന്ന് പറഞ്ഞാൽ ഒരു AI ബോട്ടാണ്. അപ്പോൾ AI എന്താണ്? AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് എ ഫീൽഡ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് that focuses on creating highly capable intelligent systems that can do things which requires a human attention. അതായത് ടിപ്പിക്കലായിട്ട് ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് യൂസ് ആവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, അതായത് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈലി കേപ്പബിളായ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. അതാണ് AI എന്ന കമ്പ്യൂട്ടർ സയൻസിൽ ഫീൽഡ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ AI എന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ChatGPT എന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആലോചിക്കാം, എന്തുകൊണ്ടാണ് ഈ ChatGPT എന്ന പ്രോഡക്റ്റ് ഇത്രത്തോളം എല്ലാവരെയും വിസ്മയിപ്പിക്കാനും അതിശയിപ്പിക്കാനുമുള്ള കാരണം? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യമാണ് AIയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റായ, വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന ടെക്നോളജി. അതായത് എനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്കൊരു വീഡിയോ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാൻ എന്താണ് ആദ്യം ചെയ്യുക? അതിന് കേപ്പബിളായ ഒരാളെ ഞാൻ ഹയർ ചെയ്യും. എന്നിട്ട് ആ വ്യക്തിയോട് ഞാൻ പറയും, എനിക്കൊരു വീഡിയോ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം, അതിനുള്ള റിക്വയർമെൻറ്റ്സ് ഞാൻ നിനക്ക് തരുന്നു, നീ അത് വെബ്സൈറ്റോ അല്ലെങ്കിൽ വീഡിയോ സ്ക്രിപ്റ്റായിട്ട് എനിക്ക് റിട്ടേൺ ചെയ്യാം, ഡെലിവർ ചെയ്യാം. പക്ഷേ ChatGPT പോലുള്ള ടെക്നോളജി വന്നതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ആ മെഷീനോടാണ് ആ റിക്വയർമെൻറ്റ്സ് പറയുന്നത്. ആ ഹൈലി കേപ്പബിൾ ഇൻ്റലിജൻ്റ് ആയ മെഷീനോട് നമ്മൾ പറയുകയാണ്, ഇതാണ് എൻ്റെ റിക്വയർമെൻറ്റ്സ്, എനിക്കതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റ് റെഡിയാക്കി തരിക. അപ്പോൾ AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ മെഷീൻ വളരെ എളുപ്പത്തിൽ തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് ഡെലിവർ ചെയ്തു തരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും ഇത്ര കൺസേൺഡ് ആവാനുള്ള കാരണം? അതായത് 2022 നവംബർ 30 ChatGPT ലോഞ്ച് ചെയ്തപ്പോൾ ലോകത്തെ എല്ലാവരും വളരെ കൺസേൺഡ് ആവാനുള്ള കാരണം എന്താ വെച്ചാൽ, വാട്ട് ഇഫ് ദിസ് ടെക്നോളജി കംസ് ടു ദ റോങ് ഹാൻഡ്സ്? അതായത് മോശപ്പെട്ട ഒരാളിലേക്ക് ഈ ടെക്നോളജി എത്തിയുള്ള അവസ്ഥ എന്തായിരിക്കും? അതിനുള്ള ഉദാഹരണമായിട്ട് ഞാനൊരു സിനാരിയോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഞാനൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഒരു ഫുഡിന് ഓർഡർ കൊടുത്തു. അപ്പോൾ ആ ഓർഡർ എടുക്കാൻ വന്നത് ഒരു AI റോബോട്ടാണ്. അപ്പോൾ AI റോബോട്ടിന് പറഞ്ഞു, എനിക്ക് ഈ ഐറ്റം വേണം, അത് എത്രയും പെട്ടെന്ന് എനിക്ക് ഡെലിവർ ചെയ്ത് തരിക. അപ്പോൾ AI റോബോട്ടിൻ്റെ മൈൻഡിൽ എന്താ ഉള്ളത് വെച്ചാൽ, എന്തൊക്കെ ഒബ്സ്റ്റാക്കിൾ വന്നു കഴിഞ്ഞാലും അതിനെ എല്ലാം തരണം ചെയ്തിട്ട് ആ ഫുഡ് എനിക്ക് ഡെലിവർ ചെയ്യാം. അതായത് ഈ AI റോബോട്ടിന് എമ്പതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇമോഷൻസും ഇല്ല. അതിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, അതിനെന്താണോ ഇൻസ്ട്രക്ഷൻ തന്നത് ആ ഇൻസ്ട്രക്ഷൻ എന്ത് ഉപയോഗിച്ചിട്ടാലും അത് ഫുൾഫിൽ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് കൂടി ഈ ChatGPT അല്ലെങ്കിൽ AI ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ടൂൾസിനും ഉണ്ട്. ഇനി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ കറണ്ട് AI അല്ലെങ്കിൽ ChatGPT യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് ChatGPT ലോഞ്ച് ചെയ്തതിന് ശേഷം തന്നെ ഓവർ 100 മില്യൺസിൻ്റെ മേലെ ആൾക്കാർ ഓൾറെഡി അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 48% കമ്പനീസ് ഓൾറെഡി ChatGPT ഉപയോഗിച്ചിട്ട് ഒരുപാട് വർക്ക് ഫോഴ്സിനെ ലേ ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 30% കമ്പനീസ് എന്താണ് പറയുന്നത്, അവർക്ക് ChatGPT ഫ്യൂച്ചറിൽ അവരെ കമ്പനിയിൽ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ 25% കമ്പനീസ് ChatGPT ഉപയോഗിച്ചിട്ട് $77,000 സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും, ഈ ടൂൾസൊക്കെ ഇത്രയും നല്ലതല്ലേ? ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ആലോചിക്കാം, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ നഴ്സസ്, അവർക്ക് ഒരുപാട് പേഷ്യൻസിന് അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഒരുപാട് ഓപ്പറേഷൻസ്, സർജറി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അവർക്ക് റെക്കോർഡിൽ രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഡോക്ടേഴ്സും നഴ്സും അവരുടെ ഒരുപാട് സമയം ഈ റെക്കോർഡിംഗ് വർക്ക്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാണ്. അതൊരു വേസ്റ്റേജ് അല്ല, അത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്.
വാട്ട് ഇഫ് വി ക്യാൻ റീപ്ലേസ് ദീസ് ടാസ്ക് വിത്ത് ഹ്യൂമനോയിഡ് റോബോട്ട്സ്? അതായത് ഒരു AI റോബോട്ട് വെച്ചിട്ട് ഈ ടാസ്ക് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ലേ? അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സിന്, ഈ നഴ്സിന് ട്വൈസ് ദ ടൈം പേഷ്യൻസിന് അറ്റൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടില്ലേ? അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ, ഒരു വീഡിയോ സ്ക്രിപ്റ്റ് എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുന്നതിന് പകരം വാട്ട് ഇഫ് ഐ ക്യാൻ ജസ്റ്റ് ആസ്ക് എ ChatGPT or a AI robot to give me those data? അതായത് എനിക്ക് 2007 എക്കണോമിക് ക്രൈസിസിനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നടന്നൊരു കാര്യമാണ്. അപ്പോൾ ഓൾറെഡി ഡേറ്റ ഗൂഗിളിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സെർച്ച് എഞ്ചിനിൽ അവൈലബിൾ ആണ്. വൈ ഷുഡ് ഐ വേസ്റ്റ് ലോട്ട് ഓഫ് ടൈം ഫോർ ഡൂയിങ് ദ റിസർച്ച്? What if the ChatGPT just can give me those details immediately with just one prompt? അപ്പം അങ്ങനെയൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ChatGPT വളരെ നല്ലൊരു കാര്യമാണല്ലേ. പക്ഷേ ഇനി നമ്മൾ അതിൻ്റെ കുറച്ച് നെഗറ്റീവ് സൈഡ്സ് കൂടി ആലോചിക്കാം. അതായത് ഈ ChatGPT പോലെ അല്ലെങ്കിൽ AI റോബോട്ട്സ് ഒരുപാട് പേരുടെ ജോബ് കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ക്രിയേറ്റീവ് ജോബ്സ്, റൈറ്റിംഗ് ജോബ്സ്, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് ജോബ്സ്, അല്ലെങ്കിൽ ഈവൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ജോബ്സ് വരെ ഫ്യൂച്ചറിൽ നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതായത് AI റോബോട്ടുകൾ, അതായത് ChatGPT പോലുള്ള ടെക്നോളജീസ് വളരെ അഡ്വാൻസ് ആകുമ്പോൾ, വളരെ മെച്യൂർ ആകുമ്പോൾ, നമ്മൾ ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന ഒരുപാട് ജോലികൾ ഈ ChatGPT അല്ലെങ്കിൽ AI റോബോട്ടുകൾക്ക് ഈസി ആയിട്ട് വിതിൻ മിനിറ്റ്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ട് കമ്പനീസ് ഒരുപാട് എമൗണ്ട് ഈ എംപ്ലോയീസിനെ ഹയർ ചെയ്ത് വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ബൈ ChatGPT പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഓർ എനി AI ബോട്ട് സബ്സ്ക്രിപ്ഷൻ ആൻഡ് ഗെറ്റ് ദിസ് ഡൺ? പക്ഷേ എന്താണ് ഇതിൻ്റെ പ്രോബ്ലം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ChatGPTയോ അല്ലെങ്കിൽ AI റോബോട്ട്സിനോ ഒരിക്കലും ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എംപതി അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എല്ലാ സമയത്തും ഒരു വർക്ക് ഫോഴ്സിൽ, ഒരു കമ്പനിയിൽ ഇതൊക്കെ അത്യാവശ്യമാണ്. ഒരു കമ്പനീൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് ഇമോഷണൽ ഇൻ്റലിജൻസും ഹാപ്പിനെസ് അല്ലെങ്കിൽ എംപതിയൊക്കെ വളരെ അത്യാവശ്യമാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ തന്നെ ആ കമ്പനി ആരും ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ആ കമ്പനി ചെയ്യുന്ന കാര്യങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്. ഇനി നമുക്ക് ആലോചിക്കാം, ഞാനിത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരുപാട് ജോബ്സുകൾ പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേരുടെ ജോബ് ഫ്യൂച്ചറിൽ ഉണ്ടാവുമോ ഇല്ല എന്ന് തന്നെ ഉറപ്പ് നമ്മൾ പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എൻ്റെ ജോബ് എനിക്ക് സേഫ്റ്റി ആക്കാൻ കഴിയുക? ഞാൻ എന്ത് വർക്കാണോ ഇപ്പോൾ ചെയ്യുന്നത്, അപ്പോൾ അത് എനിക്ക് ഫ്യൂച്ചറിൽ എങ്ങനെയാണ് എനിക്ക് സേഫ്റ്റി ആക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ലോകത്ത് എന്ത് ടെക്നോളജി വന്നാലും നിങ്ങളുടെ സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്യൂച്ചറിൽ ആ ജോലിയെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാനേ കഴിയില്ല. അതായത് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം തന്നെ പറയാം. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫീൽഡിൽ മുന്നോട്ട് ഫ്യൂച്ചറിൽ ഒരുപാട് അഡ്വാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ടെക്നോളജി വന്നാലും, എന്തൊക്കെ ടൂൾസ് വന്നാലും അതൊക്കെ ഉപയോഗിച്ചിട്ട് എൻ്റെ വർക്ക് എങ്ങനെ എനിക്ക് എഫിഷ്യൻസി ആക്കാൻ കഴിയും എന്ന് ഞാൻ ചിന്തിക്കണം, അല്ലേ? അപ്പോൾ എന്തൊക്കെ ടെക്നോളജീസ് വന്നു കഴിഞ്ഞാലും, പുതിയ എന്ത് അഡ്വാൻസ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും അതൊക്കെ ഉപയോഗിച്ചിട്ട് എൻ്റെ വർക്ക് എങ്ങനെ എനിക്ക് എഫിഷ്യൻസി ആക്കും, എന്തൊക്കെ പുതിയ സ്കിൽസാണ് അതിനു വേണ്ടി ഞാൻ പഠിക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹ്യൂമാനിറ്റി ഹാസ് ഇവോൾവ്ഡ് സോ മെനി ഇയേഴ്സ് ആൻഡ് ഹാസ് സർവൈവ്ഡ് സോ മെനി തിങ്സ്. അതായത് എന്തൊക്കെ പുതിയ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാലും ഹ്യൂമാനിറ്റി ഓൾവേസ് സർവൈവ് ചെയ്യും. അതായത് നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് ടൈപ്പ് റൈറ്റർ വന്നു, അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ സിസ്റ്റം വന്നു, അത് കഴിഞ്ഞ് ഇൻ്റർനെറ്റ് വന്നു. ഇനി ഫ്യൂച്ചറിലേക്ക് എന്താണ് കറക്റ്റ് സംഭവിക്കുക എന്നതും നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതൊക്കെ അഡാപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ സ്കില്ല് ഇവോൾവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഇലോൺ മസ്കിനെ നിങ്ങൾക്കറിയാം, അതായത് സ്പേസ് എക്സ് എന്ന കമ്പനിയുടെ ഫൗണ്ടർ, ഓൾസോ സ്റ്റീവ് വോസ്നിയാക്, ആപ്പിളിൻ്റെ കോ ഫൗണ്ടർ, ഇവരൊക്കെ ചേർന്നിട്ട്, അതായത് മോർ ദാൻ 1000 പീപ്പിൾ ചേർന്നിട്ട് ഓൺലൈനായിട്ട് ഒരു സർവീസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ അടുത്ത 6 മാസത്തേക്ക് ChatGPT പോലുള്ള AI ബോട്ടുകളുടെ അഡ്വാൻസ്മെൻറ്റിന് ഒരു മൊറട്ടോറിയം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ സർവേ അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് കറക്റ്റ് ഫ്യൂച്ചറിൽ സംഭവിക്കുക എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് പ്രവചിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ പോസിറ്റീവ് ആസ്പെക്റ്റിൽ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ കരിയറിലേക്കും നിങ്ങളുടെ സ്കില്ലിലേക്കും നിങ്ങൾ അഡ്വാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അതായത് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ഇതിലെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എൻ്റെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ താഴെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്ന എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഇനിയും കണ്ടന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ വിചാരിക്കുന്ന കുറേ ആളുകൾക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.